ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് പുതുപുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്ര താർ ബോക്സ് വാങ്ങണമെങ്കിൽ നമുക്ക് മാസം എത്ര രൂപ ശമ്പളം വേണമെന്ന് ചെറിയ വീഡിയോ ആയിട്ടാണ് ഇത്. നമ്മളൊരു ഫൈനാൻസ് റൂളുണ്ട് നമുക്കൊരു കാർ വാങ്ങുന്നതിന്. അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 30 days 30 ഫൈനാൻസ് കണ്ടൻസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 30 ദിവസം ഫൈനാൻസ് കണ്ടൻസ് മാത്രമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് നമ്മുടെ താർ ബോക്സ് വാങ്ങുന്നതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ്. അതൊരു റൂളിനെ കുറിച്ച് പറയാനാണ്. അതായത് നമ്മുടെ ഫൈനാൻസിൽ ഒരു റൂളുണ്ട്. ആ റൂളിൻ്റെ പേരെന്ന് പറയുന്നത് 24-10 റൂളാണ്. അപ്പോൾ അത് ഫോളോ ചെയ്താൽ നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും വാങ്ങുമ്പോൾ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ ജസ്റ്റ് ഞാൻ 24-10 റൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ 20 എന്ന് പറയുന്നത് നമ്മുടെ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ അതിൻ്റെ 20% നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്തായാലും വാങ്ങാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ റൂൾ അനുസരിച്ച് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ EMI ആയിരിക്കുമല്ലോ വണ്ടി എടുക്കുന്നത് നമ്മുടെ ഈ റൂൾ അനുസരിച്ച്. അപ്പോൾ 4 കൊല്ലത്തിന് മുകളിൽ നമ്മൾ ആ EMI കൂട്ടാൻ പാടില്ല. അതായത് 4 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ആ ഒരു പൈസ അടച്ച് തീർത്തേക്കണം. അതാണ് നമ്മുടെ 24-10 4 എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് 10 ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ നമുക്ക് ഒരു 10% നമ്മുടെ ഇൻകത്തിൻ്റെ 10% ആ ഒരു വണ്ടിയുടെ EMI വരാൻ പാടുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ പ്ലാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ താർ ബോക്സിൻ്റെ മോഡലിൻ്റെ വില അനുസരിച്ച് എത്രത്തോളം രൂപ വേണം, എത്രത്തോളം രൂപ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് വാങ്ങാൻ പറ്റാനുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് നമ്മുടെ താറും, അതേപോലെ താർ ബോക്സും. അതേപോലെ ഇഷ്ടം പോലെ ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ് താർ എന്ന് പറയുന്നത്. താർ ബോക്സ് ആയാലും ഇഷ്ടം പോലെ ഫാൻസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 24-10 എന്ന റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നോക്കിയപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ നമ്മുടെ താർ ബോക്സിൻ്റെ ബേസ് മോഡലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 15,84,743 അപ്പോൾ നമുക്ക് ഏകദേശം റൗണ്ട് ചെയ്ത് 16 ലക്ഷം കൂട്ടാം. ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസാണ് 16 ലക്ഷം. ഓക്കെ, ബേസ് മോഡലിൻ്റെ 16 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ച് 24-10 ആണല്ലോ. അപ്പോൾ 20% നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. അതായത് ഏകദേശം ഒരു 14 ലക്ഷത്തിൻ്റെ 20% പറയുമ്പോൾ ഒരു 3,20,000 രൂപ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുത്തേക്കണം വണ്ടി എടുക്കുന്നതിന് മുന്നേ. പിന്നെ പറയുന്നത് 4 ഇയർ ലോൺ. അതായത് 24-10 4 എന്ന് പറയുന്നത് നമ്മൾ 4 കൊല്ലത്തിന് മുകളിൽ ലോൺ ഇടാൻ പാടില്ലേ വണ്ടിക്ക്, അതിനുള്ളിൽ അടച്ചു തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ 3,20,000 ഓൾറെഡി കൊടുത്തിട്ട് 14 ലക്ഷത്തിൻ്റെ ബാക്കിയുള്ളത് 12,80,000 ആണ്. അപ്പോൾ അതാണ് നമ്മൾ ലോൺ ഇട്ട് വാങ്ങുന്നത്. അപ്പോൾ അത് ഒരു 9% നമ്മൾ ലോൺ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ നോക്കുമ്പോൾ മാസം നമ്മളൊരു 31,900 പെർ മന്ത്, അതായത് ഏകദേശം ഒരു 32,000 രൂപ പെർ മന്ത് നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ പിന്നെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ 24-10 ആണല്ലോ. അപ്പോൾ അതിൽ 10 എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ EMI നമ്മുടെ സാലറിയുടെ 10% കൂടുതൽ ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ EMI എന്ന് പറയുമ്പോൾ 32,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അത് നമ്മുടെ സാലറിയുടെ 10% ആവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറി എത്ര ഉണ്ടാവണം? സാലറി ഒരു 3,19,000 അല്ലെങ്കിൽ 3,20,000 രൂപ മന്ത്ലി വരുമാനമുള്ള ഒരാൾക്കാണ് നമുക്ക് ഈസി ആയിട്ട് താർ ബോക്സ് വാങ്ങാൻ പറ്റുന്നത് എന്നാണ് ഈ ഒരു റൂള് പറയുന്നത്. ഈ ഒരു റൂളിൽ പറയുന്നതനുസരിച്ച് വാങ്ങിച്ചാൽ നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ. കാരണം മാസം ഒരു 10% മാത്രം നമുക്ക് വണ്ടിക്ക് വേണ്ടി ചിലവ് വരുള്ളൂ. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളും കൂടി വരും, നമ്മുടെ സർവീസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കൂടി വരും. എന്നാലും മാക്സിമം 10% അല്ലെങ്കിൽ 10-15% വരുള്ളൂ. അപ്പോൾ നമുക്ക് സാലറിയിൽ നിന്ന് വലിയൊരു ഭാഗം നമ്മുടെ വണ്ടിയിലേക്ക് പോകുന്നില്ല. നമ്മുടെ സാലറി വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ആവുന്നില്ല. അതായത് സാലറിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്ക് ഡ്രീം കാർ നമുക്ക് വാങ്ങാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂള് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം ഒരു 3,20,000 രൂപ വരുമാനം ഉണ്ടെങ്കിലാണ് നമ്മുടെ താർ ബോക്സിൻ്റെ ബേസ് മോഡൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ താർ ബോക്സിൻ്റെ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 16 ലക്ഷമാണ്. അപ്പോൾ ടോപ്പ് മോഡലിന് 30 ലക്ഷം എത്രയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ നമ്മുടെ കണക്ക് കൂടി വരും, നമ്മുടെ നമ്പേഴ്സൊക്കെ കൂടി വരും. അപ്പോൾ നിങ്ങൾ ഈ റൂള് ഫോളോ ചെയ്ത് വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഇതിപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള വണ്ടി ആയതുകൊണ്ടാണ് താർ അല്ലെങ്കിൽ താർ ബോക്സ് ഇഷ്ടമായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടിയാണ്, ഇപ്പോൾ ചെറിയൊരു 8 ലക്ഷത്തിൻ്റെ വണ്ടി അല്ലെങ്കിൽ ഒരു 5 ലക്ഷം ഒരു 10 ലക്ഷത്തിനൊക്കെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ ഒരു റൂൾ വെച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതായത് 24-10 എന്ന് പറഞ്ഞ റൂൾ വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 20% ഡൗൺ പേയ്മെൻറ്റ് അടിച്ചിട്ട് ബാക്കി 4 കൊല്ലത്തിന് ലോൺ ഇടുമ്പോൾ എത്ര മാസം വരും. അപ്പോൾ അത് നിങ്ങളുടെ സാലറിയിൽ 10% ആവുന്നുള്ളെങ്കിൽ നിങ്ങൾ ഈ റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി വാങ്ങാൻ പറ്റും. കാരണം നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സാലറിയിൽ ഒരു 10-15% നമുക്ക് വണ്ടിക്ക് വേണ്ടി ചിലവ് ചെയ്യുന്നുള്ളൂ. ബാക്കി സാലറി മൊത്തം നമ്മുടെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ വണ്ടി വാങ്ങാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ 24-10 റൂൾ എന്ന് പറയുന്നത്.
അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ഈ വണ്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ അടിപൊളി വീഡിയോസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് 30 days 30 ഫൈനാൻസ് കണ്ടൻസ് ആണ്. അപ്പോൾ ഇത് 3ാമത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇഷ്ടംപോലെ കുറേ അടിപൊളി വീഡിയോസ് വരാണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളായി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.